നമ്മളെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഇങ്ങനെ നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പെണ്ണുപിടുത്തം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് കേരള നാടിനെ കൊണ്ടെത്തിച്ചതാണ് പാലക്കാട് MLA എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ് ഈ അടുത്ത കാലത്തുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ വളവും എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടും നൽകി സംരക്ഷിക്കുന്നത് വടകരയുടെ MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും അതേപോലെ തന്നെ VD സതീശനും അടക്കമുള്ള ആളുകളാണ് ഇവരെ ഇത്തരത്തിലുള്ള പെൺവാണിഭക്കാരെ സംരക്ഷിക്കുന്നത്. അത്തരം പെൺവാണിഭക്കാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ള ഒരു പൗരന്മാർ എന്നുള്ള നിലക്കുള്ള ഒരു പ്രതിഷേധം മാത്രമാണ്. കാരണം ഇവിടെ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്നിട്ട് ഇവിടെ യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് രാവിലെ മുതൽ ഒരു ഉപവാസ സമരം എന്നുള്ള പേരിൽ രാവിലെ ഇവിടെ കുത്തിരിക്കുക. ഉളുപ്പില്ല MP, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഇത്രയും വലിയ നിങ്ങളെ അനുയായി ഇത്രയും വലിയ തോന്നിയാസം കാണിച്ചിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് വന്നിരിക്കുന്നതിന് കുറച്ചെങ്കിലും മാനവും അഭിമാനവും വേണം എന്നുള്ളതാണ് ഇവിടുത്തെ CPM-മാർക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാം, വാളയാറ് ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു 2 പെൺകുട്ടികളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ മരണത്തിനകത്ത് യാതൊരു അന്വേഷണം നടത്താതെ അവിടെയുള്ള വീട്ടിലേക്ക് ഓടിപ്പോയി ഇവിടെയുള്ള സർക്കാരിനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാം എന്നുള്ള അന്വേഷണാത്മകമായ ഡിക്റ്ററ്റീവ് വർക്കാണ് KK രമ MLA വടകരയുള്ള MLA നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ MLA ഉൾപ്പെടുന്ന അവരുടെ UDF സംവിധാനത്തിലുള്ള UDF-ന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് വലിയ പീഡന പരമ്പരയിൽ ഇങ്ങനെ പെട്ടിരിക്കുക അല്ലേ? നിസ്സഹായാവസ്ഥയിലുള്ള വടകരക്കാരുടെ എട്ട് സ്ത്രീകളാ വന്നത്. 8 സ്ത്രീകള് മുൻ നേതാവിന്റെ മകളടക്കം ഈ കേരളത്തിന് നാടകമാണ്, കേരളത്തിന് തന്നെ അപമാനമാണ്. ഇതിനെതിരെ വടകരയിലുള്ള യുവത പ്രതിഷേധിക്കുകയാണ്, വടകരയിലുള്ള യുവാക്കൾ പ്രതിഷേധിക്കുകയാണ്, ഇവിടെയുള്ള സ്ത്രീകൾ പ്രതിഷേധിക്കുകയാണ്. ഈ നാളംകെട്ട MP വടകരയ്ക്ക് അപമാനമാണ്. രാജിവെച്ചേമാകൂ. MP-യും ഈ MLA-യും കൂടി
പറ്റിയുള്ള തിരക്കഥയാണ് വടകരയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതിന് പിന്തുണയായി വടകര MLA നിൽക്കുകയാണ്. 8ഓളം സ്ത്രീകൾ, ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ, ഒരു കോൺഗ്രസ് മുൻ നേതാവിന്റെ മകളടക്കം 8ഓളം യുവതികൾ തെളിവുമായി പുറത്തു വന്നു. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? എന്നിട്ടും ചോദിക്കുക ഗോവിന്ദ ഭാഷ കുറിച്ചാണ് പറയുന്നത്. ഒരു ഉളുപ്പുമില്ല, നാണമില്ലാതെയായി ഈ കോൺഗ്രസ് മാറിയില്ലേ? തെരുവിലാണ് പ്രതിഷേധം. ഇവിടെ യുവതികളും അമ്മമാരും പ്രതിഷേധിക്കുകയാണ്, വടകര പ്രതിഷേധിക്കുകയാണ്. ഈ MP രാജിവെച്ചേ പറ്റൂ, MLA രാജിവെച്ചേ പറ്റൂ. ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു MPയോട് നേരിട്ട്. ഇത് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ച് അവരുടെ സംഘടനാകാരിയാണ്. MLA എന്ന് പറഞ്ഞാൽ ജനകീയമായി ജനങ്ങളെല്ലാം തെരഞ്ഞെടുത്ത ആളാണ്. അതുകൊണ്ട് ആദ്യം രാജിവെക്കേണ്ടത് MLA സ്ഥാനമാണ്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്കും തെരുവിലിറങ്ങാൻ പറ്റില്ല. ജനങ്ങളെല്ലാം പുറത്തിറങ്ങും. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും. ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം. വടകര ഫെസ്റ്റ് 2K25. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.